പ്രിയ സുഹൃത്തുക്കളെ, ബോധിവഴികളിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചുപോയ ഒരു കാര്യമുണ്ട്. മറ്റുള്ളവരുടെ മനസ്സൊന്ന് വായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവർ ചിന്തിക്കുന്നതെന്താണെന്ന് അറിയാൻ സാധിച്ചിരുന്നെങ്കിൽ, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ നിലപാടുകൾ യാതൊരു എതിർപ്പുമില്ലാതെ അവരെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വാക്കുകൾക്ക് കാന്തത്തിന്റെ ശക്തിയുണ്ടെങ്കിൽ, നിങ്ങളുടെ പെരുമാറ്റത്തിന് അദൃശ്യമായൊരു വലയമുണ്ടെങ്കിൽ, അതിലൂടെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ചലിപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം എത്രമാത്രം മാറിമറിയും. ഇതൊരു മന്ത്രവാദമോ മായയോ അല്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതമണ്ണിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ജ്ഞാനിയും രാഷ്ട്രതന്ത്രജ്ഞനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ ലോകത്തിന് നൽകിയ മനഃശാസ്ത്രപരമായ ഒരു താക്കോലാണ് മനുഷ്യന്റെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന അദൃശ്യമായ ചരടുകളെക്കുറിച്ചുള്ള അറിവ്. ചാണക്യൻ ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല. ചിതറിത്തെറിച്ചു കിടന്ന ഒരു വലിയ രാജ്യത്തെ തന്റെ ബുദ്ധികൊണ്ടു മാത്രം ഒരുമിപ്പിച്ച് അഖണ്ഡ ഭാരതമെന്ന സ്വപ്നത്തിന് അടിത്തറ പാകിയ മഹാനായിരുന്നു അദ്ദേഹം. സാധാരണക്കാരനായ ചന്ദ്രഗുപ്തനെ മൗര്യസാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റിയത് ചാണക്യന്റെ ഈ ജ്ഞാനമായിരുന്നു. അദ്ദേഹം ഉപയോഗിച്ചതും ഇതേ അദൃശ്യ ചരടുകളായിരുന്നു. ഇന്ന് ബോധിവഴികളിലൂടെ ആ ചാണക്യതന്ത്രങ്ങളുടെ രഹസ്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുകയാണ്. മറ്റൊരാളെ അടിമയാക്കാനോ ചതിക്കാനോ വേണ്ടിയല്ല ഇത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ, ശത്രുക്കളെ മിത്രങ്ങളാക്കാൻ, നമ്മുടെ നല്ല ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് പകരാൻ, അതിലൂടെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ജ്ഞാനം നമ്മളെ എങ്ങനെ സഹായിക്കുമെന്ന് മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. കാരണം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വെറുമൊരു അറിവല്ല, നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു താക്കോലാണ്. ചാണക്യൻ പഠിപ്പിച്ച 4 അദൃശ്യ ചരടുകൾ, അവയുടെ പിന്നിലെ മനഃശാസ്ത്രം, അവ എങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്ന് നമുക്ക് വിശദമായി അറിയാം. ഈ അറിവ് പൂർണ്ണമായി മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്കിത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് തുടങ്ങാം. ചാണക്യൻ പറയുന്നതനുസരിച്ച് ഈ ലോകത്തിലെ ഏതൊരു വ്യക്തിയെയും, അവരെത്ര ശക്തനോ ധനികനോ ബുദ്ധിമാനോ ആകട്ടെ, അവരെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പ്രധാനമായും 4 മാർഗങ്ങളാണുള്ളത്. ചാണക്യൻ ഇതിനെ ചതുരുപായങ്ങളെന്ന് വിളിച്ചു. ഈ ഓരോ ഉപായങ്ങളെയും നമുക്ക് ഓരോ അദൃശ്യ ചരടുകളായി കാണാം. അവയാണ് സാമം, ദാനം, ഭേദം, ദണ്ഡം. ഈ പേരുകൾ ചിലർ കേട്ടിട്ടുണ്ടാവാം. പക്ഷേ ഇതിന്റെ യഥാർത്ഥ അർത്ഥവും ശക്തിയും അത് ഉപയോഗിക്കേണ്ട രീതിയും വളരെ കുറച്ചുപേർക്കേ അറിയൂ. നമുക്ക് ഓരോ ചരടുകളെയും അടുത്തറിയാം. ഒന്നാമത്തെ അദൃശ്യ ചരട് സാമം, ദ സ്ട്രിംഗ് ഓഫ് റീകൺസിലിയേഷൻ. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മനോഹരവും എന്നാൽ ഏറ്റവും ശക്തവുമായ ആയുധമാണ് സാമം. എന്താണ് സാമം? സ്നേഹത്തോടെയുള്ള സംസാരം, അനുനയിപ്പിക്കൽ, ബഹുമാനം നൽകൽ, മറ്റൊരാളുടെ നല്ല ഗുണങ്ങളെ പ്രശംസിക്കൽ, അവരുടെ ഭാഗത്തുനിന്നും ചിന്തിക്കൽ, ഇതെല്ലാമാണ് സാമം. ഒരാളെ കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം യുദ്ധം ചെയ്യുന്നതല്ല, മറിച്ച് അവരുമായി സമാധാനത്തിൽ എത്തുക എന്നതാണ് ചാണക്യൻ വിശ്വസിച്ചത്. വാളുകൊണ്ട് മുറിവേൽപ്പിച്ചാൽ ശരീരം മാത്രമേ വേദനിക്കുകയുള്ളൂ. എന്നാൽ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് ഒരു മനുഷ്യന്റെ ആത്മാവിനെ തന്നെ കീഴടക്കാൻ സാധിക്കും. ചാണക്യൻ പറയുന്നു, പ്രിയവാക്യ പ്രധാനേന സർവേ തുഷ്യന്തി ജന്തവഃ തസ്മാത് തദേവ വക്തവ്യം വചനേ കാ ദരിദ്രത. അർത്ഥം, മധുരമായ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും സന്തോഷിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും നല്ല വാക്കുകൾ സംസാരിക്കുക. നല്ല വാക്കുകൾ സംസാരിക്കുന്നതിൽ എന്തിനാണ് പിശുക്ക് കാണിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങൾ, വഴക്കുകൾ, തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാമായിരുന്നു നമ്മളൊന്ന് ക്ഷമയോടെ സ്നേഹത്തോടെ സംസാരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ. നമ്മുടെ വീട്ടിൽ, ജോലിസ്ഥലത്ത്, സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താണ് സാധാരണയായി ചെയ്യാറ്? ദേഷ്യപ്പെടും, വാശി പിടിക്കും, മറ്റൊരാളെ കുറ്റപ്പെടുത്തും. ഫലമോ, പ്രശ്നം കൂടുതൽ വഷളാകും, ബന്ധങ്ങൾ തകരും. ഇവിടെയാണ് നമ്മൾ സാമം എന്ന അദൃശ്യ ചരട് ഉപയോഗിക്കേണ്ടത്. എങ്ങനെ സാമം പ്രായോഗികമാക്കാം? ആത്മാർത്ഥമായി കേൾക്കുക. ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ മറുപടി പറയാൻ വേണ്ടി മാത്രം കേൾക്കാതിരിക്കുക. അവരെന്താണ് പറയുന്നത്, അവരുടെ വികാരമെന്താണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതവരിൽ നമ്മളോടൊരു വിശ്വാസം ജനിപ്പിക്കും. എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് മുന്നിലിരിക്കുന്നത് എന്ന് തോന്നൽ അവരിലുണ്ടായാൽ പകുതി പ്രശ്നം അവിടെ തീർന്നു. അവരുടെ നല്ല ഗുണങ്ങളെ പ്രശംസിക്കുക. ജെനുവിൻ അപ്രീസിയേഷൻ.
മുഖസ്തുതി പറയുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഒരാളുമായൊരു പ്രശ്നമുണ്ടാവുമ്പോൾ സംഭാഷണം തുടങ്ങുന്നതിനു മുൻപ് അവരിൽ എന്തെങ്കിലും ഒരു നല്ല ഗുണത്തെ ആത്മാർത്ഥമായി അംഗീകരിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ കഠിനാധ്വാനത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു, പക്ഷേ ഈയൊരു കാര്യത്തിൽ എനിക്ക് ഭിന്നമായ ഒരു അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ. സംഭാഷണത്തിന്റെ രീതി തന്നെ മാറും. പൊതുവായ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക. ഫൈൻഡിംഗ് കോമൺ ഗ്രൗണ്ട്. ഒരു തർക്കത്തിലേർപ്പെടുമ്പോൾ നിങ്ങൾ രണ്ടുപേരും യോജിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് കണ്ടെത്തുക. ആ പൊതുവായ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എതിരാളികളല്ല, മറിച്ച് ഒരുമിച്ചൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നവരാണെന്ന തോന്നലുണ്ടാകും. ബഹുമാനം നൽകുക. ഗിവ് റെസ്പെക്ട്. ഒരാളുടെ സ്ഥാനത്തിനോ ആയസിനോ അപ്പുറം ഒരു വ്യക്തിയെന്ന നിലയിൽ ബഹുമാനം നൽകുക. നമ്മൾ ബഹുമാനം നൽകുമ്പോൾ തീർച്ചയായും നമുക്കത് തിരികെ കിട്ടും. ആ ബഹുമാനത്തിൽ നിന്നും ഒരു നല്ല ബന്ധം തുടങ്ങും. ചാണക്യന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം സാമം ഉപയോഗിച്ചിട്ടുണ്ട്. ശത്രുരാജ്യങ്ങളിലേക്ക് ദൂതന്മാരെ അയക്കുമ്പോൾ അവരെക്കൊണ്ട് ആദ്യം സംസാരിപ്പിച്ചിരുന്നത് സമാധാനത്തിന്റെ ഭാഷയായിരുന്നു. യുദ്ധം എപ്പോഴും അവസാനത്തെ മാത്രം വഴിയായിരുന്നു. കാരണം യുദ്ധം ജയിച്ചാലും നഷ്ടങ്ങളുണ്ടാകും. എന്നാൽ സാമത്തിലൂടെ നേടുന്ന വിജയം അത് ശരിക്കുമൊരു വിജയമാണ്. അവിടെ ശത്രുതയില്ലാതാകുന്നു, പകരം സൗഹൃദം ജനിക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള ഒരു പുഞ്ചിരിക്കും ആത്മാർത്ഥമായൊരു വാക്കിനും ഒരാളുടെ മനസ്സിലെ കല്ലിനെപ്പോലും അലിയിക്കാനുള്ള ശക്തിയുണ്ട്. അതാണ് സാമം എന്ന ആദ്യത്തെ അദൃശ്യചരട്. രണ്ടാമത്തെ അദൃശ്യചരട് ദാനം, ദ സ്ട്രിംഗ് ഓഫ് ഗിവിംഗ്. സാമം കൊണ്ട്, അതായത് അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒരാൾ നമ്മുടെ വഴിക്കു വരുന്നില്ല എന്ന് കരുതുക. അവരുടെ മനസ്സിൽ സ്വാർത്ഥമായ താൽപ്പര്യങ്ങളോ അഹങ്കാരമോ അല്ലെങ്കിൽ നമ്മളോടുള്ള അടങ്ങാത്ത ദേഷ്യമോ ഉണ്ടാവാം. അങ്ങനെയുള്ളവരെ നിയന്ത്രിക്കാനുള്ള രണ്ടാമത്തെ അദൃശ്യചരടാണ് ദാനം. ദാനമെന്ന് കേൾക്കുമ്പോൾ പണമോ സമ്മാനങ്ങളോ നൽകുന്നത് എന്ന് മാത്രം ചിന്തിക്കരുത്. തീർച്ചയായും അതും ദാനത്തിന്റെ ഭാഗമാണ്. പക്ഷേ ചാണക്യൻ ഉദ്ദേശിക്കുന്ന ദാനത്തിന് അതിലും വിശാലമായ അർത്ഥങ്ങളുണ്ട്. ദാനമെന്നാൽ മറ്റൊരാൾക്ക് മൂല്യമുള്ള എന്തെങ്കിലും നൽകുക എന്നതാണ്. അത് പണമാകാം, ഒരു സഹായമാകാം, ഒരവസരമാകാം, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യത്തെ സാധിച്ചു കൊടുക്കുന്നതുമാകാം. മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിലൊന്ന് സ്വാർത്ഥതയാണ് എന്ന് ചാണക്യന് അറിയാമായിരുന്നു. എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കാത്തവർ വളരെ ചുരുക്കമാണ്. ഈ മനഃശാസ്ത്രമാണ് ദാനം എന്ന തന്ത്രത്തിനു പിന്നിൽ. ചാണക്യനീതിയിൽ പറയുന്നു, ലുബ്ധമർത്ഥേന ഗൃഹ്ണീയാത്. അർത്ഥം, അത്യാഗ്രഹിയെ ധനം കൊണ്ട് വശീകരിക്കാം. ഇത് കേൾക്കുമ്പോൾ ഇതൊരു നെഗറ്റീവായ കാര്യമല്ലേ എന്ന് തോന്നാം. കൈക്കൂലി കൊടുക്കുന്നതുപോലെയല്ലേ ഇത്? എന്നാൽ ചാണക്യൻ ഇതിനെ കാണുന്നത് ഒരു രാഷ്ട്രതന്ത്രമായാണ്. ഒരു വലിയ ലക്ഷ്യം നേടാൻ ചിലപ്പോൾ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരും. എങ്ങനെ ദാനം എന്ന തന്ത്രം ശരിയായി ഉപയോഗിക്കാം? അവരുടെ ആവശ്യം മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് ദെയർ നീഡ്. ഒരാളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിനു മുൻപ് അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് കണ്ടെത്തുക. ചിലപ്പോൾ അത് പണമായിരിക്കാം. മറ്റു ചിലർക്ക് അധികാരമോ പ്രശസ്തിയോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ ആയിരിക്കാം. അവരുടെ യഥാർത്ഥ ആവശ്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ദാനം നൽകണം എന്ന് വ്യക്തമാകും. നേരിട്ടല്ലാത്ത സഹായങ്ങൾ, ഇൻഡയറക്റ്റ് ഹെൽപ്പ്. എപ്പോഴും പണം നൽകുന്നത് ശരിയായ രീതിയാവില്ല. ചിലപ്പോൾ അവർക്ക് അത്യാവശ്യമുള്ള ഒരു ഘട്ടത്തിൽ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത് ലക്ഷങ്ങൾ നൽകുന്നതിനേക്കാൾ ഫലം ചെയ്യും. അവരുടെ കരിയറിൽ ഒരു അവസരം തുറന്നുകൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട കോണ്ടാക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക, ഇതെല്ലാം ദാനത്തിന്റെ ഭാഗമാണ്. ഇതവരിൽ നിങ്ങളോട് ഒരു കടപ്പാടുണ്ടാക്കും. പ്രശംസയും അംഗീകാരവും, പ്രൈസ് ആൻഡ് റെക്കഗ്നിഷൻ. പണത്തേക്കാൾ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് അംഗീകാരം. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഒരാളുടെ കഴിവിനെ ഒന്ന് പ്രശംസിച്ചു നോക്കൂ. അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ബഹുമാനം തോന്നും. ഒരു ചെറിയ അവാർഡോ അഭിനന്ദനമോ പോലും വലിയ മാറ്റങ്ങളുണ്ടാക്കും. ഇതും ഒരു തരം ദാനമാണ്. ഒരു കൊടുക്കൽ വാങ്ങൽ തത്വം, പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോസിറ്റി. നമ്മൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്താൽ ഭാവിയിൽ അവർ നമ്മളെ തിരികെ സഹായിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു സ്വാഭാവികമായ മനുഷ്യസഹജമായ കാര്യമാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാനും നിലനിർത്താനും ചെറിയ ചെറിയ സഹായങ്ങളും സമ്മാനങ്ങളും നൽകുന്നത് എപ്പോഴും നല്ലതാണ്. ചാണക്യൻ പലപ്പോഴും ശത്രുരാജ്യങ്ങളിലെ സേനാധിപന്മാർക്കും മന്ത്രിമാർക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ധനവും കൊടുത്തയച്ച് അവരെ തങ്ങളുടെ പക്ഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു യുദ്ധം ചെയ്യാതെ, രക്തച്ചൊരിച്ചിലില്ലാതെ ഒരു രാജ്യം കീഴടക്കാൻ ഇതിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇത് പ്രസക്തമാണ്. ഒരു ബിസിനസ് ഡീൽ ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ക്ലയന്റിന് നിങ്ങളുടെ സേവനത്തിനു പുറമെ അധികമായി എന്തു മൂല്യം നൽകാൻ സാധിക്കും എന്ന് ചിന്തിക്കുക.
ഒരു സഹകർമ്മിയുമായി പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു ചായ കുടിക്കാൻ ക്ഷണിച്ച് ആ പ്രശ്നം സംസാരിക്കുന്നതിന് പകരം അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു സഹായം വാഗ്ദാനം ചെയ്തു നോക്കൂ. ഓർക്കുക, ശരിയായ സമയത്ത് ശരിയായ വ്യക്തിക്ക് ശരിയായ ദാനം നൽകുന്നത് അടഞ്ഞുകിടക്കുന്ന ഏതു വാതിലും തുറക്കാനുള്ള താക്കോലാണ്. അതാണ് രണ്ടാമത്തെ അദൃശ്യചരട്. മൂന്നാമത്തെ അദൃശ്യചരടാണ് ഭേദം, ദ സ്ട്രിംഗ് ഓഫ് ഡിവിഷൻ. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാണക്യതന്ത്രങ്ങളിലെ ഏറ്റവും അപകടകരവും എന്നാൽ ഏറ്റവും ഫലപ്രദവുമായ ഒരു മാർഗത്തെക്കുറിച്ചാണ്. ഭേദം. സാമം കൊണ്ടോ ദാനം കൊണ്ടോ കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത അതീവ ശക്തരായ എതിരാളികളെ നേരിടാനാണ് ഭേദം ഉപയോഗിക്കുന്നത്. ഭേദം എന്നാൽ ഭിന്നിപ്പിക്കുക, തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുക, ഒരു കൂട്ടുകെട്ടിനെ തകർക്കുക, ശത്രുവിന്റെ ശക്തിയെ ഉള്ളിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക എന്നൊക്കെയാണർത്ഥം. ഒരു കെട്ടിടത്തിന്റെ അടിത്തറ ഇളക്കിയാൽ അത് തനിയെ വീഴും. അതുപോലെ ഒരു ശത്രുവിന്റെയോ അല്ലെങ്കിൽ ഒരു എതിരാളിയുടെയോ ശക്തി അവരുടെ കൂടെ നിൽക്കുന്നവരിലാണ്. ആ ഐക്യം തകർത്താൽ അവർ തനിയെ ദുർബലരാകും. ഇതാണ് ഭേദത്തിന്റെ അടിസ്ഥാന തത്വം. ഇതൊരു മോശം കാര്യമല്ലേ? മറ്റുള്ളവരെ ഭിന്നിപ്പിക്കുന്നത് ശരിയാണോ? ചാണക്യന്റെ കാഴ്ചപ്പാടിൽ ധർമ്മം സംരക്ഷിക്കാൻ, ഒരു വലിയ രാജ്യത്തെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ ഒരു ദുഷ്ടനായ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇതിൽ തെറ്റില്ല. മുള്ളെടുക്കാൻ മറ്റൊരു മുള്ളു തന്നെ ഉപയോഗിക്കണം. ചാണക്യൻ പറയുന്നു, ന വിശ്വസേത് കുമിത്രേ ച മിത്രേ ചാപിന വിശ്വസേത് കദാചിത് കുപിതം മിത്രം സർവം ഗുഹ്യം പ്രകാശയേത്. അർത്ഥം, ഒരു ചീത്ത സുഹൃത്തിനെ വിശ്വസിക്കരുത്, എന്നാൽ ഒരു നല്ല സുഹൃത്തിനെപ്പോലും അമിതമായി വിശ്വസിക്കരുത്. കാരണം എപ്പോഴെങ്കിലും ആ സുഹൃത്ത് നിങ്ങളോട് ദേഷ്യപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അവൻ പുറത്തു പറഞ്ഞേക്കാം. ഈ ശ്ലോകം മനുഷ്യബന്ധങ്ങളുടെ ഒരടിസ്ഥാനപരമായ ദൗർബല്യത്തെയാണ് കാണിക്കുന്നത്. വിശ്വാസം, അസൂയ, സംശയം, ഈഗോ ഇവയെല്ലാം മനുഷ്യസഹജമാണ്. ഈ വികാരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ആരെയും ഭിന്നിപ്പിക്കാൻ സാധിക്കും. എങ്ങനെ ഭേദം എന്ന തന്ത്രം പ്രവർത്തിക്കുന്നു? രഹസ്യങ്ങൾ ചോർത്തുക. ഭേദം പ്രയോഗിക്കുന്നതിനു മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണിത്. നിങ്ങളുടെ എതിരാളിയെക്കുറിച്ചും അവരുടെ കൂടെയുള്ളവരെക്കുറിച്ചും അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മുൻകിനാകുന്ന എല്ലാ വിവരങ്ങളും ശേഖരിക്കുക. അവർക്കിടയിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടോ? ആർക്കെങ്കിലും മറ്റൊരാളോട് അസൂയയുണ്ടോ? ആർക്കാണ് കൂടുതൽ അധികാരം നേടാൻ ആഗ്രഹം? ഇങ്ങനെയുള്ള വിവരങ്ങൾ സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ്. സംശയത്തിന്റെ വിത്തുപാകുക. ഒരു കൂട്ടുകെട്ടിലെ ഏറ്റവും ദുർബലമായ കണ്ണിയെ കണ്ടെത്തുക. എന്നിട്ട് അവരുടെ മനസ്സിൽ മറ്റുള്ളവരെക്കുറിച്ച് സംശയങ്ങൾ ജനിപ്പിക്കുക. നേരിട്ട് കുറ്റം പറയരുത്, പകരം ചെറിയ സൂചനകൾ നൽകുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെക്കുറിച്ചല്ലേ അന്ന് അങ്ങനെ പറഞ്ഞത് എന്നൊരു ചെറിയ ചോദ്യം മതി ഒരു വലിയ സൗഹൃദത്തിൽ വിള്ളൽ വീഴ്ത്താൻ. അസൂയയെ ആളിക്കത്തിക്കുക. ഒരു ഗ്രൂപ്പിലെ ഒരാളെ മാത്രം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അമിതമായി പ്രശംസിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകുക. ഇത് സ്വാഭാവികമായി മറ്റുള്ളവരിൽ അസൂയയുണ്ടാക്കും. ഈ അസൂയ പിന്നീട് അവർക്കിടയിലുള്ള വഴക്കുകൾക്ക് കാരണമാകും. തെറ്റായ വിവരങ്ങൾ നൽകുക. ശത്രുക്കൾക്കിടയിൽ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക. ഒരാൾ മറ്റൊരാൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന് വരുത്തി തീർക്കുക. ഇതവർ തമ്മിലുള്ള വിശ്വാസം പൂർണ്ണമായി തകർക്കും. ചാണക്യൻ നന്ദവംശത്തെ തകർക്കാൻ ഈ തന്ത്രം വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു. നന്ദരാജാവിന്റെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രിയായിരുന്നു രാക്ഷസൻ. രാക്ഷസനെ രാജാവിൽ നിന്നും അകയ്ക്കാൻ ചാണക്യൻ പല തന്ത്രങ്ങളും മെനഞ്ഞു. രാക്ഷസൻ രാജാവിനെതിരെ തിരിഞ്ഞുവെന്ന് രാജാവിനെയും രാജാവ് രാക്ഷസനെ സംശയിക്കുന്നുവെന്ന് രാക്ഷസനെയും അവരറിയാതെ ധരിപ്പിച്ചു. അവസാനം ആ വലിയ സാമ്രാജ്യം ഉള്ളിൽ നിന്ന് തന്നെ തകർന്നു. നമ്മുടെ ആധുനിക ലോകത്ത് കോർപ്പറേറ്റ് രംഗത്തും രാഷ്ട്രീയത്തിലും എല്ലാം ഭേദമെന്ന തന്ത്രം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എതിരാളി കമ്പനിയിലെ പ്രധാന ജോലിക്കാരെ തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുക. ഇതെല്ലാം ഭേദത്തിന്റെ ഉദാഹരണങ്ങളാണ്. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഈ അദൃശ്യചരട് ഒരു ഇരുതല വാളാണ്. വളരെ സൂക്ഷിച്ച് ധാർമ്മികമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണിത്. അനാവശ്യമായി ഉപയോഗിച്ചാൽ അത് നമ്മളെ തന്നെ തിരിഞ്ഞുകുത്തും. നാലാമത്തെ അദൃശ്യചരട് ദണ്ഡം, ദ സ്ട്രിംഗ് ഓഫ് പനിഷ്മെന്റ്. ഇനി നമ്മൾ അവസാനത്തെയും ഏറ്റവും ശക്തവുമായ അദൃശ്യചരടിലേക്ക് കടക്കുകയാണ്. ദണ്ഡം. സാമം, ദാനം, ഭേദം എന്നീ മൂന്ന് വഴികളും പരാജയപ്പെടുന്നിടത്താണ് ദണ്ഡത്തിന്റെ സ്ഥാനം. ദണ്ഡമെന്നാൽ ശിക്ഷ നൽകുക, ശക്തി പ്രയോഗിക്കുക, എതിരാളിയെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നൊക്കെയാണർത്ഥം. ഇത് ശാരീരികമായ ആക്രമണം മാത്രമല്ല, സാമ്പത്തികമായി തകർക്കുക, നിയമപരമായി നേരിടുക, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക
ഇതെല്ലാം ദണ്ഡത്തിന്റെ ഭാഗമാണ്. ചാണക്യന്റെ കാഴ്ചപ്പാടിൽ ഒരു രാജ്യത്ത് നിയമവും സമാധാനവും നിലനിർത്താൻ ദണ്ഡനീതി അത്യാവശ്യമാണ്. ശിക്ഷയെക്കുറിച്ചുള്ള ഭയമില്ലെങ്കിൽ മനുഷ്യൻ മൃഗത്തെപ്പോലെ പെരുമാറും. ദുർബലരെ സംരക്ഷിക്കാനും അധർമ്മമില്ലാതാക്കാനും സമൂഹത്തിലൊരു സന്തുലിതാവസ്ഥ നിലനിർത്താനും ദണ്ഡമാവശ്യമാണ്. ചാണക്യനീതിയിൽ പറയുന്നു, ദണ്ഡസ്യഹ ഭയാത് സർവം ജഗത് ഭോഗായ കൽപ്പത്തെ. അർത്ഥം, ശിക്ഷയെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണ് ഈ ലോകം മുഴുവൻ അതിന്റെ നിയമങ്ങളെയും കടമകളെയും അനുസരിക്കുന്നത്. ചിലർ സ്നേഹത്തിന്റെ ഭാഷ പഠിക്കില്ല. ചിലർക്ക് പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ കഴിയും. മറ്റു ചിലർ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാലും ഒന്നിച്ചു നിൽക്കും. പക്ഷേ തങ്ങളുടെ നിലനിൽപ്പിനൊരു ഭീഷണി വരുമ്പോൾ, തങ്ങൾക്ക് കനത്ത നഷ്ടം സംഭവിക്കും എന്നുറപ്പാകുമ്പോൾ ആരായാലും ഒന്ന് ഭയക്കും. ആ ഭയമാണ് ദണ്ഡം എന്ന തന്ത്രത്തിന്റെ കാതൽ. എപ്പോഴാണ് ദണ്ഡം ഉപയോഗിക്കേണ്ടത്? അവസാനത്തെ മാർഗമായി, ആസ് എ ലാസ്റ്റ് റിസോർട്ട്. ചാണക്യൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്: യുദ്ധമല്ലെങ്കിൽ ശക്തി പ്രയോഗിക്കുന്നത് എപ്പോഴും അവസാനത്തെ വഴിയായിരിക്കണം. മറ്റു 3 ഉപായങ്ങളും പരാജയപ്പെട്ടു എന്ന് പൂർണ്ണമായി ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ദണ്ഡത്തെക്കുറിച്ച് ചിന്തിക്കാവൂ. ശക്തി പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം, ആഫ്റ്റർ അസസിംഗ് സ്ട്രെങ്ത്, നിങ്ങളുടെ എതിരാളിയുടെ ശക്തിയെയും നിങ്ങളുടെ സ്വന്തം ശക്തിയെയും കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലാതെ ഒരിക്കലും ദണ്ഡനീതി പ്രയോഗിക്കരുത്. വിജയമുറപ്പില്ലാത്ത ഒരു യുദ്ധത്തിന് പോകുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. ഭയപ്പെടുത്തുക, നശിപ്പിക്കാതിരിക്കുക. ഇൻറ്റിമിഡേറ്റ്, ഡോണ്ട് ഓൾവേസ് ഡിസ്ട്രോയ്. പലപ്പോഴും എതിരാളിയെ പൂർണ്ണമായി നശിപ്പിക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. തങ്ങളുമായി ഏറ്റുമുട്ടിയാൽ അവർക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഒരു സൂചന നൽകിയാൽ അവർ തനിയെ പിന്മാറും. ഇതിനെ മനഃശാസ്ത്രീയമായ യുദ്ധം എന്ന് പറയാം. വേരോടെ പിഴുതെറിയുക, അപ്രൂവ് ദ പ്രോബ്ലം. എന്നാൽ സമൂഹത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരന്തരം ഭീഷണിയാകുന്ന ഒരു വ്യക്തിയെയോ ഒരു ശക്തിയെയോ ആണ് നിങ്ങൾ നേരിടുന്നതെങ്കിൽ അവരെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതാണ് നല്ലത്. പാതിവെന്ത പാമ്പിനെപ്പോലെ അവരെ വിട്ടാൽ ഭാവിയിൽ അവർ കൂടുതൽ ശക്തിയോടെ തിരികെ വരും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരെ നിരന്തരം ദ്രോഹം ചെയ്യുന്ന ഒരാളെ നിയമപരമായി നേരിടുന്നത് ദണ്ഡമാണ്. ഒരു കമ്പനിയിലെ മോശം പ്രവണതകളെ ചോദ്യം ചെയ്യുന്നതും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതും ദണ്ഡമാണ്. ഓർക്കുക, ദണ്ഡമെന്നത് ക്രൂരതയല്ല, അത് നീതിയുടെ ഭാഗമാണ്. ധർമ്മം സ്ഥാപിക്കാനുള്ള അവസാനത്തെ മാർഗം. ശരിയായ സമയത്ത് ശരിയായ അളവിൽ ശക്തി പ്രയോഗിക്കാൻ അറിയുന്നവനാണ് യഥാർത്ഥ വിജയി. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചാണക്യന്റെ 4 അദൃശ്യ ചരടുകളെക്കുറിച്ച് പഠിച്ചു. സാമം, ദാനം, ഭേദം, ദണ്ഡം. ഈ 4 തന്ത്രങ്ങളും കേവലം മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കുറുക്കുവഴികളല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ളൊരു പാഠമാണിത്. ഈ ലോകത്തിലെ ഓരോ ബന്ധങ്ങളും ഓരോ ഇടപാടുകളും ഈ 4 തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിലനിൽക്കുന്നത്. സ്നേഹവും ബഹുമാനവും ആഗ്രഹിക്കുന്നവരെ സാമം കൊണ്ട് കീഴടക്കുക. അത്യാഗ്രഹവും സ്വാർത്ഥതയുമുള്ളവരെ ദാനം കൊണ്ട് നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരിക. ഐക്യമാണ് ശക്തി എന്ന് വിശ്വസിക്കുന്നവരെ ഭേദം കൊണ്ട് ദുർബലരാക്കുക. ഈ 3 വഴികൾക്കും വഴങ്ങാത്ത അഹങ്കാരികളെ ദണ്ഡം കൊണ്ട് ഭയപ്പെടുത്തുക. ഏത് സാഹചര്യത്തിൽ ഏത് വ്യക്തിയോട് ഈ 4 ചരടുകളിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തിരിച്ചറിയുന്നതിലാണ് ഒരുവന്റെ വിജയം. ചിലപ്പോൾ ഇവയിൽ ഒന്ന് മാത്രം മതിയാകും. മറ്റു ചിലപ്പോൾ ഇവ 4ഉം ഒരുമിച്ചുപയോഗിക്കേണ്ടി വരും. ഈ അറിവ് ഒരു കത്തി പോലെയാണ്. അതുകൊണ്ട് ഒരു സർജന് ജീവൻ രക്ഷിക്കാം, ഒരു കൊലപാതകയ്ക്ക് ജീവൻ എടുക്കാം. നിങ്ങൾ ഈ അറിവ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. മറ്റുള്ളവരെ ചതിക്കാനും ചൂഷണം ചെയ്യാനും ദ്രോഹിക്കാനും ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് താൽക്കാലികമായ വിജയങ്ങളുണ്ടായേക്കാം. പക്ഷേ അവസാനം നിങ്ങൾ ഒറ്റപ്പെടും, നശിക്കും. മറിച്ച് നല്ല ലക്ഷ്യങ്ങൾക്കായി, മറ്റുള്ളവരുടെ നന്മയ്ക്കായി, സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ അറിവ് ഉപയോഗിക്കുക. നിങ്ങളുടെ ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, തർക്കങ്ങൾ പരിഹരിക്കാൻ, ദുഷ്ടശക്തികളെ അകറ്റി നിർത്താൻ ഈ ചരടുകൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്കും ഒരു നേതാവാകാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സമൂഹത്തെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ സാധിക്കും. ചാണക്യൻ ഒരു ചക്രവർത്തിയെ ഉണ്ടാക്കിയത് അധികാരത്തിനു വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഒരു സുസ്ഥിരമായ, ശക്തമായ, ധാർമ്മികമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനായിരുന്നു. ആ വലിയ ലക്ഷ്യത്തിനു മുന്നിൽ ഈ തന്ത്രങ്ങളെല്ലാം വെറും ഉപകരണങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെ വലുതാക്കുക, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കുക. എന്നിട്ട് ആ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള യാത്രയിൽ ഈ അദൃശ്യ ചരടുകളുടെ കല വിവേകത്തോടെ ഉപയോഗിക്കുക. വിജയം നിങ്ങളെ തേടിവരും. ബോധ്യവഴികളിലെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം വീശുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.
നന്ദി.